ഇങ്ങനെ നടക്കണം, നടത്തണമെന്നാവും ഈശ്വര നിശ്ചയം. പണവും പദവിയും തറവാടിത്തും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യവുമില്ല. ഒക്കെ നിശ്ചയിക്കണത് ഈശ്വരന്മാർ. ഈശ്വരന്മാരുടെ ജോലി നമ്മളേറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി വെച്ചാ അവർക്ക് തൊഴിലില്ലാണ്ടാവില്ലേ? തൊഴിലില്ലാച്ചാ പട്ടിണിയാവില്ലേ വിശ്വനാഥ ഈശ്വരന്മാര്? അതുകൊണ്ട് അവരുടെ തൊഴിലിനെ തടസ്സപ്പെടുത്താതെ, അവരുടെ കഞ്ഞിൽ മണ്ണ് വാരിയിടാതെ നമ്മളങ്ങോട്ട് മാനേജ് ചെയ്യാം. വഴങ്ങിക്കൊടുക്കുക. എന്താ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ എൻ്റെ കുട്ടി. എന്തൊക്കെയോ നീ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. മനസ്സിലാവണുണ്ട് എനിക്കത്. മോളെ ഏട്ടത്തിയമ്മയോട് തുറന്നു പറ. എന്താ? കേൾക്കണോ ഏട്ടത്തിയമ്മയ്ക്ക്? വേണം. അലറി വിളിച്ച് ആപത്ത് വരുത്തി വെക്കോ? ഇല്ല, സത്യം. നാളെ നേരം വെളുക്കുന്നത് കാണാൻ മീര ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ല. അയാൾ വെറുതെ ഇരിക്കുന്നൊന്നുമില്ല. എന്റെ മോള് പോയിട്ട് വാ. പെങ്ങളൊരു വഴിക്കിറങ്ങി പോകുന്ന നേരം നോക്കി തോന്നിയ പറയാ നീ. അതെ, അവള് നിങ്ങൾ ഉദ്ദേശിച്ച വഴിക്കല്ല, മറ്റൊരു വഴിക്ക്. നാളെ കാലത്ത് വിഷന്റെ വീട്ടിൽ നാളെ വരും. ഒരു കയറിന്റെ തുമ്പത്ത് തൂങ്ങിക്കിടക്കണം മീരാന്ന് പറഞ്ഞവൾ എന്നോട് നെഞ്ചുറപ്പോടെ പറഞ്ഞു. നാളത്തെ സൂര്യോദയം കാണാൻ അവൾ ഉണ്ടാവില്ല. വട്ടം വെച്ചിട്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന വണ്ടി വഴിന്ന്. ജഡായുവാ ഞാൻ, ജഡായു. പഞ്ചവടിയിലെ പർണാശ്രമത്തിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോയ രാവണനെ ഓർമ്മിക്കണുണ്ടോ വിശ്വനാഥൻ? രാവണന്റെ പുഷ്പക വിമാനം തടഞ്ഞു നിർത്തിയ ആ അപകടം പിടിച്ച പക്ഷിയെ ഓർമ്മിക്കണുണ്ടോ വിശ്വനാഥൻ? നട്ടപ്രാന്തിലും പുരാണം പറയാൻ മെടുക്കനാണല്ലോ ഭരത പിഷാരടി. അറിയാലേക്ക് ഒടുക്കും ആ ജഡായുന് എന്താ പറ്റിയെന്ന്. ധൈര്യം ഉണ്ടെങ്കിൽ വെട്ടടാ എന്റെ ചിറക്. ആകാശത്തൂടെ അപ്പൂപ്പൻ താടി പറന്നു പോണത് കണ്ടിട്ട് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത് വിശ്വനാഥൻ. ഇത്തിരിശ വട്ടുണ്ടെന്ന് കരുതി ഭരതപിഷാരടിക്ക് ആണത്ത ഇല്ലാന്നും.
ഭരത അടുക്കരുത്, അടുത്തു പോകരുത്. നോക്കില്ല ഞാൻ ബാലമാമയാണെന്നൊന്നും. എടാ നീ ആ കഴുത്തേന്ന് കാലെടുക്ക, ചത്തുപോവൻ. ശാവണം ഇവൻ, ശാവണം. 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ തള്ളയുടെ നാഭിക്ക് ചവിട്ടിയവനവൻ. ലാളിച്ച കൈക്ക് കൊത്തിയ പാമ്പ്. ഇല്ല ബാലമാമേ, പുനർജന്മം പോലും കിട്ടാത്തൊരു മരണം തന്നെ വേണം ഇവന്. ഭരതേട്ടാ, വേണ്ട ഭരതേട്ടാ. മോനെ, ഈ ബാലമാമ പറയുന്നു കേക്ക്. എന്റെ കുട്ടിയെ വിടാമനെ, വിടാൻ വിടാൻ. ശത്രുവായിട്ടല്ല ഞാനിപ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിന്റെ പഴയ ബാലമാമയായിട്ടാ. എന്റെ മോളുടെ ജീവിതം വേണം, വേണം ബാലമാമേ. അവൾക്ക് ഒരു ജീവിതം, അന്തസ്സുള്ള ഒരു ജീവിതം. അറിയോ, പാമ്പ് മാണിക്ക കല്ല് കൊണ്ട് നടക്കണ പോലെ ഈ ജന്മം മുഴുവനും ഇവൾ എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു മനസ്സിൽ. വേണം ഇവൾക്ക് ഒരു ജീവിതം. കൊടുക്കും ഞാനത്. മീര, പോവാണ് ഞാൻ. ഒരിക്കൽ കൂടി വേദനിപ്പിക്കുന്നതിന് ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും എനിക്ക് പോയേ പറ്റൂ മീര. ഇക്കുറി പ്രയാഗിലെ കുംഭമേള കാണാനല്ല, ജഗദ്ഗുരു ശങ്കര സർവകലാശാലയിലെ ആ പഴയ ഉദ്യോഗം ശരിപ്പെടുത്തിയിട്ടുണ്ട്. ശങ്കരൻകുട്ടി മാഷിന്റെ നല്ല മനസ്സ്, നിന്റെ പ്രാർത്ഥന. വൈകിട്ട് തിരിച്ചെത്തും ഞാൻ. അപ്പോഴേക്കും കുളിച്ച് ഉടുപ്പ് മാറ്റി നല്ല പൂച്ചക്കുട്ടനായിരിക്കണം. നമുക്കൊരിടം വരെ പോകാനുണ്ട്. എല്ലാം മറന്ന് ഒരു തീർത്ഥയാത്ര, പ്രണയത്തിന്റെ തീർത്ഥയാത്ര. മാഷേ, ഒന്ന് നിൽക്കണ്ടേ മാഷേ?